എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫസ്റ്റ് ടൈമിന്റെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പൊ മലയാളം മീഡിയത്തിന്റെ അതിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പലരും അതിന്റെ ആൻസേഴ്സിലൊക്കെ ഡൗട്ട് ഉള്ളതൊക്കെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്തതായി കണ്ടു. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തേന്റെ ഉത്തരം എന്ന് പറയുന്നത് താപഫലമാണ് കേട്ടോ. രണ്ടാമത്തേതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വോയിസ് കോയിലാണ്. മൂന്നാമത്തേത് 1 വോൾട്ട് ആണ്. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് വൈദ്യുതോർജ്ജത്തെ അത് രാസോർജ്ജമാക്കിയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് പലർക്കും ഡൗട്ട് ഉള്ളത്. ചോദ്യത്തിൽ അവ്യക്തതയുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അതായത് ആ ക്വസ്റ്റ്യൻസിനെ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാന്തിക മണ്ഡലത്തിന്റെ തീവ്രത എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. ഓക്കെ, ബിന്റെ ആൻസർ എന്താണ്? സോളിനോയിഡിന്റെ മധ്യഭാഗത്ത് എന്നാണ് അതിന്റെ ആൻസർ. എന്നാൽ സോളിനോയിഡ് തെക്ക് വടക്ക് ദിശയിൽ വെച്ച് അതിന്റെ മധ്യഭാഗത്ത് കാന്തസൂചി വെച്ച് സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ തെക്ക് വടക്ക് ദിശയിൽ തന്നെ സോളിനോയിഡിനും കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നതിനാൽ അവിടെ എന്തുണ്ടാവില്ല? വിഭ്രംശനം ഉണ്ടാവില്ല. ഓപ്പോസിറ്റ് സൈഡ് ഒക്കെ ആണെങ്കിലാണ് അട്രാക്ട് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കണ്ടെത്തിയത്? എന്നാൽ സോളിനോയിഡ് തെക്ക് വടക്ക് ദിശയിൽ വെച്ച് അതിന്റെ മധ്യഭാഗത്ത് കാന്തസൂചി വെച്ച് സോളിനോയിഡിലൂടെ എന്താണ്? വൈദ്യുതി കടത്തിവിടുകയാണ്. അപ്പൊ സോളിനോയിഡിലെ വൈദ്യുതി കടത്തിവിട്ടാൽ എന്താണ്? ആ സോളിനോയിഡിന്റെ ചുറ്റും എന്തുണ്ടാവും? ഒരു കാന്തിക മണ്ഡലം കൂടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്ന് പറയുന്നത് തെക്ക് വടക്ക് ദിശയിൽ തന്നെയാണ്. അങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ കാന്തിക മണ്ഡലം അവിടെ എന്തുണ്ടാക്കുന്നില്ല? അവിടെ ഒരു വിഭ്രംശനം ഉണ്ടാവുന്നില്ല. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് തെക്ക് വടക്ക് ദിശയിൽ തന്നെ ആയതിനാൽ സോളിനോയിഡിനും കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്ന വിഭ്രംശനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റിലത്തെ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ്, ആ ഒരു സെക്കൻഡ് സെക്ഷന്റെ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ സെക്ഷൻ ബിയിലുള്ള ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അടുത്തതായിട്ട് 6th ക്വസ്റ്റ്യൻ ആണ്. താപം കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ താപത്തിന് നമ്മൾ സാധാരണ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം ഓൾറെഡി. അപ്പൊ ഈ ഇക്വേഷൻ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും വിയും ടിയും ആറും ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് താപത്തിന്റെ തന്നെ, H=V²T/R. അതാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ വി തന്നിട്ടുണ്ട് എത്രയാണ്? 230 വോൾട്ട് ആണ്. അപ്പൊ 230 സ്ക്വയർ ആയതുകൊണ്ട് 230 × 230 2 തവണ എഴുതിയിരിക്കുന്നു. ഇൻറ്റു ടി എന്ന് പറയുന്നത് 10 × 60 എന്ന് കൊടുക്കാൻ കാരണം അത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പം 10 × 60 ഡിവൈഡഡ് ബൈ 460. ഇത് നിങ്ങളോട് മാറിപ്പോയത് കേട്ടോ. ഇവിടെ 10 മാത്രം ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. അവിടെ 16 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഡിവൈഡഡ് ബൈ 460. റെസിസ്റ്റൻസ് തന്നത് 460 ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്താല് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും 6900 ജൂൾ എന്നുള്ള ആൻസർ ആണ് കിട്ടുക. അതേപോലെ തന്നെ ഈ ഹീറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ, എന്ത് സംഭവം കണ്ടുപിടിക്കുകയാണെങ്കിലും അതിന്റെ യൂണിറ്റ് എഴുതാൻ നിങ്ങളോട് മറന്നു പോയത്. ഈ ഹീറ്റിന്റെ യൂണിറ്റ് ആണ് നമ്മൾ എന്ത് എഴുതുന്നത്? ജൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 6900 ജൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വായിക്കുന്നില്ല കേട്ടോ. ശ്രേണിയായി ചിത്രത്തിലേതുപോലെ സോളിനോയിഡ്, ബാറ്ററി, റിയോസ്റ്റാറ്റ്, സ്വിച്ച് എന്നിവ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സോളിനോയിഡിന്റെ ഒരു അഗ്രഭാഗത്ത് മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവരിക. കോമ്പസിന്റെ ഉത്തരധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോൾ എന്ന് പറയുന്നത് സോളിനോയിഡിന്റെ ആ അഗ്രഭാഗത്തിനടുത്തേക്ക് ആകർഷിക്കപ്പെട്ടാൽ ആ അഗ്രത്തിന്റെ ധ്രുവത എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് പറയാം? സൗത്ത് പോൾ ആണെന്ന് പറയാം. അതായത് ഇവിടെ ഉത്തരധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോൾ ആണെങ്കിൽ അത് ആകർഷിക്ക ചെയ്യപ്പെടുകയാണെങ്കിൽ ആ അഗ്രത്തിന്റെ ധ്രുവത എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് സൗത്ത് പോൾ ആയിരിക്കും. ഓപ്പോസിറ്റ് ധ്രുവങ്ങൾ തമ്മിലെ ആകർഷണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നോർത്ത് പോൾ ആണെങ്കിൽ അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ എന്താണ്? ആകർഷിക്കപ്പെടുകയാണെങ്കിൽ മറ്റേ ഭാഗം നമ്മൾക്ക് ഏതിന്റെ ധ്രുവതയാണോ കണ്ടെത്തേണ്ടത് ആ ധ്രുവത എന്ന് പറയുന്നത് എന്തായിരിക്കും? സൗത്ത് പോൾ ആണെന്നും, മറിച്ചായല്ല, അതായത് മറിച്ചാവുക എന്ന് പറഞ്ഞാൽ എന്താ? വികർഷിക്കപ്പെടുകയാണെങ്കിൽ ആ ഭാഗവും എന്താണ്? സെയിം ആയിട്ടുള്ള നോർത്ത് പോൾ ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം എന്നാ പറയുന്നത്. അപ്പം ഇതൊരു സോളിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ചുരുളുകളായിട്ടുള്ളതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന്
എന്ന് പറയുന്നത്. ഈ ഒരു സോളിനോയിഡിനെയാണ് നമ്മൾ സ്വിച്ച് ഒക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് എന്താണ് ഇതിലെങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാണ്. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സോളിനോയിഡിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ധ്രുവതയാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അപ്പോൾ സോളിനോയിഡിന്റെ ഒരു അഗ്രഭാഗത്ത് മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവരിക. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവരികയാണ്. അപ്പൊ മാഗ്നറ്റിക് കോമ്പസിൽ നീഡിൽ ഉണ്ടാവും അല്ലെ. അപ്പം ഈ മാഗ്നറ്റിക് കോമ്പസിന്റെ നീഡിൽ എന്ന് പറയുന്നത് ഉത്തരധ്രുവം, കോമ്പസിന്റെ ഉത്തരധ്രുവം ആണെങ്കിൽ ഈ ഉത്തരധ്രുവം അല്ലെങ്കിൽ നോർത്ത് പോള് ഇതുമായിട്ട് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ, ആകർഷണമാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇതെന്തായിരിക്കും, ഈ ഭാഗത്തുള്ളത് നമുക്ക് കണ്ടെത്തേണ്ട പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൗത്ത് ആയിരിക്കും. അല്ല, വികർഷിക്കപ്പെടുകയാണ്, ഇതിന് ദൂരേക്ക് വികർഷണം ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ ഈ ഭാഗവും എന്തായിരിക്കും, നോർത്ത് പോളായിരിക്കും. ഒരേ പോളുകൾ തമ്മിൽ വികർഷിക്കപ്പെടുകയും ഡിഫറെന്റ് പോളുകൾ തമ്മിൽ എന്താണ് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് മനസ്സിലാകേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇങ്ങനെയാണത് കണ്ടെത്തേണ്ടത്. അപ്പൊ 7th ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പം പാർട്ട് ബിയിൽ തന്നെയുള്ള 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. സർക്യൂട്ടിൽ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ദ്രവണാങ്കം കുറവായ ഒരു ചാലക കമ്പിയാണ് സുരക്ഷാ ഫ്യൂസ് ആയി പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സുരക്ഷാ ഫ്യൂസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്, സുരക്ഷാ ഫ്യൂസിന്റെ പ്രത്യേകതകൾ എന്താണ്, അതായത് അതിനെ സുരക്ഷാ ഫ്യൂസ് ആയിട്ട്, സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. അപ്പൊ സർക്യൂട്ടിൽ ശ്രേണി രീതിയിൽ, ഇതൊന്നും മറന്നുപോയത് ഇതേപോലെ എഴുതണം കേട്ടോ. സർക്യൂട്ടിൽ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ദ്രവണാങ്കം കുറവായ ഒരു ചാലക കമ്പിയാണ് സുരക്ഷാ ഫ്യൂസ് ആയി പ്രവർത്തിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ സുരക്ഷാ ഫ്യൂസ് എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. അതായത് സർക്യൂട്ടിൽ ഏത് രീതിയിലാണ് അത് ബന്ധിപ്പിച്ചിട്ടുള്ളത്, ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സർക്യൂട്ടിൽ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ദ്രവണാങ്കം കുറവായ ഒരു ചാലക കമ്പിയാണ് സുരക്ഷാ ഫ്യൂസ് ആയി പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആ ഒരു പാർട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വൈദ്യുതിയുടെ താപഫലമാണ് സുരക്ഷാ ഫ്യൂസിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അടുത്തതായിട്ട് എന്താണ് പറയുന്നത്, സുരക്ഷാ ഫ്യൂസിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് താപഫലമാണ് കേട്ടോ. വൈദ്യുതിയുടെ താപഫലമാണ്, അതായത് ആരുടെ താപഫലമാണ്, വൈദ്യുതിയുടെ താപഫലമാണ് സുരക്ഷാ ഫ്യൂസിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ഇതാണ് 2ാമത്തെ പോയിന്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഈ സുരക്ഷാ ഫ്യൂസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡ് അല്ലെങ്കിൽ ഇടിമിന്നൽ എന്നിങ്ങനെ ഏതെങ്കിലും കാരണത്താൽ സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം, നമ്മളുടെ സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുമ്പോൾ മറ്റു ഉപകരണങ്ങളും നമ്മുടെ വീട്ടിലെ വയറിംഗ് ഒക്കെ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സുരക്ഷാ ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ അമിത വൈദ്യുത പ്രവാഹം, ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ എഴുതേണ്ടത്. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർലോഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇടിമിന്നൽ എന്നിങ്ങനെ ഏതെങ്കിലും കാരണത്താൽ സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ, അതാണ് അടുത്ത പോയിന്റ് കേട്ടോ. അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ എന്ത് നിയമം അനുസരിച്ചാ, ഇതൊക്കെ എഴുതാൻ കേട്ടോ. ജൂൾ നിയമം അനുസരിച്ചിട്ട്. ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്, H=I²RT ആണ്. അപ്പൊ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ I അല്ലേ, ഇന്റൻസിറ്റി ഓഫ് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത കൂടുകയാണ്. അപ്പൊ ഇവിടെ കൂടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സംഭവങ്ങളാണ്. അപ്പൊ സമത്തിന്റെ ഇപ്പുറത്ത് താപമാണ്, ഇപ്പുറത്ത് എന്താണ്, I²RT ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഈ 3 ഘടകങ്ങളിൽ I/R/Tയിലെ ഏതെങ്കിലും ഒരു ഘടകം അമിതമായിട്ട് കൂടുകയാണെങ്കിൽ, ഇവിടെ കൂടുകയാണെങ്കിൽ ഈ ഒരു താപം എന്ത് ചെയ്യും, കൂടും. കാരണം ഇതെന്താണ്, നേർ അനുപാതത്തിലാണ് അല്ലെ. അപ്പൊ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ എന്താണ്, ജൂൾ നിയമം അനുസരിച്ച് സർക്യൂട്ടിൽ അമിതമായ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാരണം എന്താണ്, അമിത വൈദ്യുത പ്രവാഹം കാരണമാണ്. I അല്ലെങ്കിൽ I² ആണ് അല്ലെ. അമിത വൈദ്യുത പ്രവാഹം നമ്മൾ I എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ ആയിട്ടാണ് വരുന്നത്, അതിന്റെ ഡബിൾ ആയിട്ടാണ് വരിക. അപ്പം അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ അതിന്റെ ഡബിൾ ആയിട്ടാണ് ഉണ്ടാവുക, കൂടുന്നത്. അങ്ങനെ കൂടുമ്പോൾ എന്താണ്, ഇതിന്റെ ഈക്വൽ ആയിട്ട് ഇപ്പുറത്തിട്ടിരിക്കുന്ന താപമാണ്. അപ്പൊ ആ ഒരു സർക്യൂട്ടിലുള്ള താപം എന്ന് പറയുന്നത് എന്താണ്, വളരെ കൂടുതലായി വരും. അങ്ങനെ സർക്യൂട്ടിൽ അമിതമായ അളവിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓക്കെ, തൽഫലമായി ദ്രവണാങ്കം കുറവായ ഫ്യൂസ് എന്ത് ചെയ്യും, ഫ്യൂസ് വയർ ഉരുകിയിട്ട് സർക്യൂട്ടിൽ വിച്ഛേദിക്കപ്പെടും. തൽഫലമായിട്ട് ദ്രവണാങ്കം കുറവായ
ഫ്യൂസ് വയർ എന്ത് ചെയ്യും? ഉരുകിപ്പോവും. താപത്തിനെ കൊണ്ട് അത് ഉരുകിപ്പോയിട്ട് എന്ത് ചെയ്യും? സർക്യൂട്ടിലെ നമ്മുടെ ആ ഒരു സർക്യൂട്ട് എന്ത് ചെയ്യും? വിച്ഛേദിക്കപ്പെടും. അതുകൊണ്ടാണ് നിങ്ങൾ ഫ്യൂസ് വയർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് വളരെ നേർത്ത കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. താപം കൂടുതൽ വരുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കൂടുതൽ വരുമ്പോൾ അത് പൊട്ടിപ്പോകുന്നതും അതുകൊണ്ടാണ്. അപ്പൊ ഈ കാര്യം മനസ്സിലായെന്ന് കരുതുക. ഓക്കെ, അടുത്തതായിട്ട് 9ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ്. ഫസ്റ്റിന്റെ എയുടെ ആൻസർ എന്ന് പറയുന്നത് അപ്രദക്ഷിണാണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വലതുകൈ നിയമമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്ലെമിങ്ങിന്റെ വലതുകൈ നിയമമാണ് ഉപയോഗിക്കുന്നത്. ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന ദിശയെ തള്ളവിരൽ വലത്തക്ക വിധം വലതു കൈകൊണ്ട് ചാലകത്തെ ചുറ്റിപ്പിടിക്കുന്നതായി സങ്കല്പിക്കുക. ഓക്കെ, മറ്റു വിരലുകളുടെ ദിശ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ പ്രസ്താവിച്ച് എഴുതുകയും ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സെക്ഷൻ ബിയിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പാണുള്ളത്. പവർ നഷ്ടം വളരെ കുറവുള്ള ഒരു വൈദ്യുത പ്രകാശ സ്രോതസ് എന്ന നിലയിൽ LED ഉപയോഗം ഊർജ്ജ സംരക്ഷണം സാധ്യമാക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഊർജ്ജ സംരക്ഷണം സാധ്യമാക്കുന്നു. എന്തുകൊണ്ടാണ്? പവർ നഷ്ടം വളരെ കുറവുള്ള ഒരു വൈദ്യുത പ്രകാശ സ്രോതസ് എന്ന നിലയിലാണ് LED ഉപയോഗം എന്ന് പറയുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം സാധ്യമാക്കുന്നു. അതേപോലെ തന്നെ ഫ്ലൂറസെന്റ് ലാമ്പുകളിലും മറ്റും ഉപയോഗിക്കുന്ന മെർക്കുറി പോലുള്ള ഫ്ലൂറസെന്റ് ലാമ്പിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ഫ്ലൂറസെന്റ് ലാമ്പും LED താരതമ്യം ചെയ്യുമ്പോൾ ഫ്ലൂറസെന്റ് ലാമ്പിനേക്കാളും LED ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണ്? ഫ്ലൂറസെന്റ് ലാമ്പുകളിൽ മെർക്കുറി പോലുള്ള രാസപദാർത്ഥങ്ങൾ LED ഉപയോഗിക്കാത്തതിനാൽ ഇത് കൂടുതൽ പരിസ്ഥിതി സൗഹൃദപരവുമാണ്. അപ്പൊ അതിന്റെ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഈ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പാണുള്ളത്. എന്താണ് കാരണം? പവർ നഷ്ടം വളരെ കുറവുള്ള ഒരു വൈദ്യുത പ്രകാശ സ്രോതസ് എന്ന നിലയിൽ LED ഉപയോഗം ഊർജ്ജ സംരക്ഷണം സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ ഫ്ലൂറസെന്റ് ലാമ്പുകളിൽ മറ്റും ഉപയോഗിക്കുന്ന മെർക്കുറി പോലുള്ള രാസവസ്തുക്കൾ LED ഉപയോഗിക്കാത്തതിനാൽ തന്നെ ഇത് വളരെയധികം പരിസ്ഥിതി സൗഹൃദപരമാണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞത് സെക്ഷൻ സിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ സിയിലുള്ള 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറണ്ട് ആണ്. അവിടെ എ എന്ന് പറഞ്ഞാൽ കറണ്ട് I = P/V. ഇവിടെ എന്താണ്? P പവറും തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പൊ പവർ 500 / 200 2.5 ആംപിയർ ആണ്. അപ്പൊ ഇത് മറന്നു പോയത്, ആംപിയർ എഴുതാൻ മറന്നു പോയത്, അതാണ് അതിന്റെ ഒരു എന്താണ് കറണ്ടിന്റെ ഒരു യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് കണ്ടെത്തുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 2.5 ആംപിയർ തന്നെ എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തതായിട്ട് ബി എന്ന് പറയുന്നത് 3A ആണ് ആൻസർ. സി എന്ന് പറയുന്നത് പ്രതിരോധം കാണാനാണ്. പ്രതിരോധത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയും നമ്മൾക്ക് എഴുതാം. സാധാരണയായിട്ട് V = IR എഴുതും. അപ്പം R എന്ന് പറഞ്ഞാൽ എന്താണ്? V/I ആണ് സാധാരണ എഴുതല്. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾക്ക് പ്രഷറും പവറും വോൾട്ടേജ് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വീണ്ടും മാറ്റി എഴുതിയേക്കുവാണ്. R = എന്താണ്? V² / P എന്ന് എഴുതിയേക്കാണ്. ഓക്കെ, അപ്പൊ V² നമുക്കറിയാം 230 × 230 / P എന്ന് പറയുന്നത് 500. അപ്പം 105.8 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അത് ഏകദേശം ആക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാം? 106 ഓം എന്ന് നമ്മൾക്ക് റൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് അടുത്ത ആൻസർ. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് 12ാമത്തെ ക്വസ്റ്റ്യനിലുള്ള ആൻസർ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞാൽ മോട്ടോർ തത്വമാണ്. എന്താണ് മോട്ടോർ തത്വം എന്ന് നോക്കാം. ബി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി കമ്പനം ചെയ്യത്തക്ക വിധത്തിൽ ഫീൽഡ് കാന്തത്തിന്റെ ധ്രുവങ്ങൾക്കിടയിലാണ് വോയിസ് കോയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. വോയിസ് കോയിലിനെ ഡയഫ്രമുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് നോക്കാം. ആംപ്ലിഫയറിൽ നിന്നുള്ള സ്പന്ദന സ്വഭാവമുള്ള വൈദ്യുതി സിഗ്നൽ വോയിസ് കോയിലിൽ എത്തുമ്പോൾ മോട്ടോർ തത്വം അനുസരിച്ച് അതിൽ ബലം അനുഭവപ്പെടുകയും അത് കമ്പനം ചെയ്യുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചത്? ആംപ്ലിഫയറിൽ നിന്ന് സ്പന്ദന സ്വഭാവമുള്ള, അങ്ങനെ മിടിപ്പുള്ള, അതിനെയാണ് സ്പന്ദനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഹൃദയമൊക്കെ സ്പന്ദിക്കുന്നു എന്ന് അറിയില്ല, അതേപോലെ സ്പന്ദന സ്വഭാവമുള്ള എന്ത് സിഗ്നലാണ്? വൈദ്യുത സിഗ്നൽ. ഓക്കെ, വൈദ്യുത സിഗ്നൽ വോയിസ് കോയിലിൽ എത്തുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? മോട്ടോർ തത്വം അനുസരിച്ച് അവിടെ അതിൽ ബലം അനുഭവപ്പെടുകയും അത് കമ്പനം ചെയ്യുകയും ചെയ്യും. കമ്പനം ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ മിടിക്കാം. ഓക്കെ, ഇങ്ങനെ ചലിക്കാൻ തുടങ്ങുക. അത് കമ്പനം ചെയ്യുകയും ചെയ്യും. വോയിസ് കോയിലിനോട് ഡയഫ്രമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് തന്നെ
വോയിസ് കോയിലിനൊപ്പം ഡയഫ്രഗും കമ്പനം ചെയ്യുകയും ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾക്ക് എന്താണ് മാച്ച് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ഇപ്പൊ ഇലക്ട്രിക് ഹീറ്ററിന്റെ മാച്ചിങ് ആയിട്ട് വരുന്നത് നിക്രോം ആണ്. നിക്രോം എന്തിനു വേണ്ടിയിട്ടാണ്? താപഫലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. LED ബൾബിൽ നമ്മൾ ഹീറ്റ് സിങ്ക് ആണ് ഉപയോഗിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് LED ഉപയോഗിക്കുന്നത്? പ്രകാശഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ നമ്മൾ എന്താണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? ഫീൽഡ് കാന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാന്ത്രിക ഫലമാണ് അവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. അവിടെ ആൻസർ എ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചുട്ടു പഴുക്കുമ്പോൾ ധവള പ്രകാശം പുറപ്പെടുവിക്കുന്നത്. നല്ല ചുട്ടു പഴുക്കുമ്പോൾ ധവള പ്രകാശം, ധവളം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് കളർ. ഓക്കെ, ധവള പ്രകാശം പുറപ്പെടുവിക്കും. രണ്ടാമതായിട്ട് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉയർന്ന ദ്രവണാങ്കമാണ്. താഴ്ന്ന ദ്രവണാങ്കം ആയാൽ എന്തായിരുന്നു? അത് കത്തിപ്പോവും അല്ലെ, അത് ഉരുകിപ്പോവും. പക്ഷെ ഇതിന് ഉയർന്ന ദ്രവണാങ്കമാണ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, അതോടൊപ്പം തന്നെ ഉയർന്ന ഡക്റ്റിലിറ്റിയും ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു 14th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത സെക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. പവർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പവറിന്റെ ഇക്വേഷൻ എന്താണ്? P = I²R. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. P കാണാൻ ഐയും ആറും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 2 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? I² ആണ്. ഇൻറ്റു 120. R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് 120 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 480 വാട്ട്. ഈ W എഴുതാൻ മറന്നു പോയത് കേട്ടോ. പ്രതിരോധം R കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിയുടെ ആൻസർ ആണ്. ഇനി നമ്മൾ സെക്ഷൻ ഡിയിൽ എന്തൊക്കെയാണ് ആൻസേഴ്സ് ഉള്ളത് നോക്കാം. 16ാമത്തേതാണ്. ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മൾ വരച്ചിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ സഫല പ്രതിരോധം കാണാനാണ്. സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ അതിലുള്ള മൊത്തത്തിലുള്ള പ്രതിരോധം. R എന്ന് പറഞ്ഞാൽ എന്താണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 ആണ് സഫല പ്രതിരോധത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. R1ഉം R2ഉം തന്നിട്ടുണ്ട്. അപ്പോ അത് നേരിട്ട് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാം. 10 × 15 ഡിവൈഡഡ് ബൈ 10 + 15 150 ഡിവൈഡഡ് ബൈ 25 6 ഓം ആണ് ആൻസർ. ഓക്കെ, പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. അത് എഴുതാൻ മറന്നുപോയത്. ഈ ഓം എന്ന് എഴുതാനും മറന്നുപോയത്. ഇനി വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറഞ്ഞാൽ I = V/R ആണെന്ന് നമുക്കറിയാം. I ആണ് വൈദ്യുത പ്രവാഹ തീവ്രത. ഓൾറെഡി തന്നിട്ടുണ്ട്. 12 ഡിവൈഡഡ് ബൈ 6 2 ആംപിയർ. ആംപിയർ എ എഴുതാൻ മറന്നുപോയത് കേട്ടോ. ഇനി അടുത്തതായിട്ട് 17ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് DC മോട്ടോർ ആണ് ആൻസർ എ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുകയാണ്? യാന്ത്രികോർജ്ജമായിട്ടാണ് അവിടെ മാറുന്നത്. സി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം കേട്ടോ. R1 R2 എന്നിവ സ്റ്റെപ്പ് റിങ്ങുകളാണ്. ഓക്കെ, ഓരോ അർദ്ധഭ്രമണ ശേഷവും ആർമേച്ചറിലൂടെ ഉള്ള കറന്റിന്റെ ദിശ വ്യത്യാസപ്പെടുത്തി ആർമേച്ചറിന്റെ തുടർച്ചയായ ഭ്രമണം സാധ്യമാക്കുന്നതിനാണ് ഇവ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ്? ഓരോ അർദ്ധഭ്രമണം, ഒരു പകുതി ഭ്രമണം കറക്കം കഴിഞ്ഞതിന് ശേഷം ആർമേച്ചറിലൂടെയുള്ള കറന്റിന്റെ ദിശ നമ്മൾ വ്യത്യാസപ്പെടുത്തിയിട്ട് ആർമേച്ചറിന്റെ തുടർച്ചയായ ഒരു ഭ്രമണം, അതായത് ഒരു മൊത്തത്തിലുള്ള ഒരു കറക്കം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം 18ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു. പിന്നെ അതിന് നമ്മൾ നേരിട്ട് എന്താണ് പല രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ തന്നിരിക്കുന്നത്. അത് നമ്മൾ എന്താണ് ഒരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കുന്നു. രണ്ടാമതായിട്ട് വികിരണ ഊർജം പ്രകാശ രൂപത്തിൽ പുറത്തുവിടുന്നു. തന്മാത്രകൾ സാധാരണ ഊർജ്ജ നിലയിൽ എത്തിയിട്ട് സ്ഥിരത കൈവരിക്കുന്നു. ഇതാണ് ഈ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുന്നത്. ബി, ആ ഒരു 18ാമത്തെ ക്വസ്റ്റ്യന്റെ ബി എന്ന് പറഞ്ഞ ആൻസർ എന്ന് പറഞ്ഞാൽ ഊർജ്ജനഷ്ടം കുറവാണ്, അതോടൊപ്പം തന്നെ ആയുർദൈർഘ്യം കുറവാണ്. സോറി, ആയുർദൈർഘ്യം കൂടുതലാണ് കേട്ടോ. ഇനി സി എന്ന് പറയുന്നത് ഫിലമെന്റിന്റെ ബാഷ്പീകരണവും ഓക്സീകരണവും തടയുക. 19ാമത്തേത് എ എന്ന് പറഞ്ഞാൽ പി സൂചിപ്പിക്കുന്ന ദിശയിലാണ്. കാരണം ചിത്രത്തിലെ N താഴെയും S മുകളിലുമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ചിത്രം അവ്യക്തമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? പി സൂചിപ്പിക്കുന്ന ദിശയിലാണെന്ന് നമ്മൾ കരുതുകയാണ്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സി എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ ദിശ മാറ്റാനും അതോടൊപ്പം കാന്തത്തിന്റെ ധ്രുവത എന്താണ് പരസ്പരം മാറ്റുകയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നും കൂടെ, ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പം 20th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ബൾബ് ബി ആണ്. ഓക്കെ, ഒരേ വോൾട്ടേജ് നൽകുമ്പോൾ കുറഞ്ഞ പ്രതിരോധം
ഉള്ളതിലാണ് കൂടുതൽ എന്തുണ്ടാവുക, പവർ ഉണ്ടാവുക. ഓക്കെ, ഇതാണ് അതിന്റെ റീസൺ. കുറഞ്ഞ പ്രതിരോധം ഉള്ളതിലാണ് കൂടുതൽ പവർ ഉണ്ടാവുക ഒരേ വോൾട്ടത ആവുമ്പോൾ. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രേണിയായി ക്രമീകരിച്ചാൽ ലാമ്പുകളിൽ നിന്നുള്ള പ്രകാശ തീവ്രത കുറയും. ഓക്കെ, ലാമ്പുകളിൽ നിന്നുള്ള പ്രകാശ തീവ്രത കുറയും എപ്പോൾ? ശ്രേണിയായി ക്രമീകരിച്ചാൽ. ഈ രീതിയിൽ ക്രമീകരിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം എന്താണ്? സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുകയും തൽഫലമായി കറണ്ട് കുറയുകയും ചെയ്യുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 20 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പകർത്തി എഴുതുക. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം നിങ്ങൾ എക്സാം സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് എക്സാമിനോടുള്ള ഒരു ടെൻഷൻ, എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫിയർ നമ്മൾക്ക് മാറ്റാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം കമന്റ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. താങ്ക് യു.